എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന അധ്യായം എന്ന് പറയുന്നത് 32 ഇതിൻ്റെ ഹെഡിങ് തന്നിരിക്കുന്നത് ദ ഡോൺ ഓഫ് നോളേജ്. ഈ ഡോണിങ് എന്ന് പറഞ്ഞാൽ ഉദിക്കുന്നു എന്നർത്ഥം. ഡോൺ ഓഫ് ദ സൺ, ഡോണിങ് ഓഫ് ദ സൺ. ഡോൺ എന്ന് പറഞ്ഞാൽ DAWN. അപ്പോൾ ഉദിക്കുന്നു, ഉദിച്ചു വരുന്നു എന്നുള്ളത്. അതുപോലെ ദ ഡോൺ ഓഫ് നോളേജ് എന്നും പറയും. ഈ ഡോൺ ഓഫ് നോളേജ് എന്ന് വെച്ചാൽ നമുക്ക് അറിവ് അങ്ങനെ ഉദിക്കുന്നു. ഇപ്പം ഉദിക്കുന്നു എന്ന് പറയുമ്പം അത് എവിടെ നിന്നായിരിക്കും? ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന അറിവ്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇപ്പം നമ്മളൊരു ബുക്ക് വായിക്കുന്നു, അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്നു, അല്ലെങ്കിൽ ഒരാൾ പറയുന്നു, അത് കേൾക്കുന്നു, അങ്ങനെ നമുക്ക് അറിവ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ്സിലെ ടീച്ചർ പഠിപ്പിച്ചു തരുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. അതൊക്കെ അറിവ് നേടാനുള്ള ഓരോ വഴികളാണ്. പക്ഷേ ഇതിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വേറെയാണ്. അതായത് ദ ഡോൺ ഓഫ് നോളേജ്. ഡോണിങ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു അറിവ് കിട്ടി. ഓക്കെ, അതെന്തുവാ? അതാണ് ഈ വിറ്റ്നസ് കോൺഷ്യസ്നസ്. നമ്മൾ ഇതിൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് ബ്ലൂ കോൺഷ്യസ്നസ്. ഈ ബ്ലൂ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്, ബ്ലൂ എന്ന് പറയുന്നത് ഒരു കളർ. ആ ബ്ലൂ പേളിൽ നിന്ന് വന്നതുകൊണ്ട് അദ്ദേഹം ബ്ലൂ എന്ന് പറയുന്നു. പക്ഷേ കോൺഷ്യസ്നെസ്സിന് കളറൊന്നുമില്ല. പക്ഷേ നമ്മൾ കണ്ടത് ദ ഇറ്റേണൽ ബ്ലൂ കോൺഷ്യസ്നസ്. ഇറ്റേണൽ എന്ന് വെച്ചാൽ അതിന് ഒരു ഇതില്ല. ഇറ്റേണൽ എന്ന് വെച്ചാൽ തന്നെത്താനെ ഉണ്ടാകുന്നു, തന്നെത്താനെ എപ്പോഴും ഇരിക്കുന്നു, ആദിയും അന്തവും ഇല്ലാത്തത് എന്നുള്ളതാണ്. അത് എപ്പോഴും നിറഞ്ഞിരിക്കുന്നു. ആദ്യം അന്തമൊന്നും ഇല്ലാത്തതല്ല, അത് അല്ല, എപ്പോഴും നിറഞ്ഞിരിക്കുന്നു. അതിന് അഴിവില്ല, അതിന് നാശമില്ല. അതാണ് ഇറ്റേണൽ. അപ്പം നമ്മൾ മനസ്സിലാക്കിയത് ഈ ഇറ്റേണൽ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ മനസ്സാണ്, പ്രപഞ്ചത്തിൻ്റെ കോൺഷ്യസാണ് എന്ന് പറഞ്ഞു. ഇപ്പം ഇവിടെ ഇദ്ദേഹം പറയുന്നത് വിറ്റ്നസ് കോൺഷ്യസ്നസ്. അതായത് ബ്ലൂ പേളിൽ നിന്ന് 6 അടി പൊക്കമുള്ള ഒരു മനുഷ്യരൂപം കണ്ടു. കൊടുക്കാതെ സാക്ഷാത് പരമശിവൻ തന്നെ എന്നുള്ളത് മനസ്സിലാക്കി. അതിന് പിന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് അറിവുകൾ ആരും പറഞ്ഞു കൊടുക്കുന്നില്ല, സ്വയം തന്നെത്താനെ ഉണ്ടാകുന്നു. സെൽഫ് നോളേജ്. അതുകൊണ്ടാണ് ഇതിനെ ഡോൺ ഓഫ് നോളേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡോൺ ഓഫ് നോളേജ് എന്ന് പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ വിറ്റ്നസ് കോൺഷ്യസ്നെസ്സിൽ ഇരിക്കണം. ഈ വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇപ്പോൾ നമ്മൾ ഒരു ആധാര എഴുത്തുകാരുടെ അടുത്ത് പോകുന്നു, ഒരു ആധാരം എഴുതിപ്പിക്കുന്നു, 2 വിറ്റ്നസ് കൊണ്ടുപോവാ, 2 വിറ്റ്നസ് സൈൻ ചെയ്യണം. വിറ്റ്നസ് 1, വിറ്റ്നസ് 2. ഒരുപാട് സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളും ഇട്ട് കാണും വിറ്റ്നസ് സൈൻ. അപ്പോൾ ഈ വിറ്റ്നസ് എന്ന് പറയുമ്പം അതിൽ നമുക്ക് യാതൊരു ഇടപെടലില്ല, ഈടുപാടില്ല. ഈടുപാടെന്ന് വെച്ചാൽ ഇടപെടൽ ഇല്ല. ഇത് ശരിയാണ്, ഇത് തെറ്റാണ്, നിങ്ങളിങ്ങനെ എഴുതിയിരിക്കണം, നമ്മൾ അങ്ങനെ ചെയ്തിരിക്കണം, അങ്ങനെ ഒരു അഭിപ്രായവും ഒരു വിറ്റ്നസ്സിന് പറയേണ്ട ആവശ്യമില്ല. വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഇത് എഴുതുന്നു, ഇന്നാര് സൈൻ ചെയ്തു, ഈ 2 പേരും സൈൻ ചെയ്തതിന് ഞാനും കണ്ടു, ഞാനും ഒപ്പിടുന്നു, അതിന് ഞാനും ഒപ്പിടുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ആ ആധാരത്തിൽ അല്ലെങ്കിൽ ആ ഡോക്യുമെൻറ്റിൽ എഴുതിയത് ശരിയാണോ, എത്ര ശതമാനം ശരി, ഏത് തെറ്റ്, അതൊന്നും നോക്കേണ്ടത് ഒരു വിറ്റ്നസിൻ്റെ ജോലിയല്ല. ഓക്കെ, ഞാനിത് ഓക്കെ, അവർ 2 പേരും സൈൻ ചെയ്തു, ഞാനും അതിൻ്റെ താഴെ സൈൻ ചെയ്യുന്നു, അതോടെ ജോലി തീർന്നു. അപ്പം അതിലൊരു ഇൻവോൾവ്മെൻ്റ് ഇല്ല. ഇപ്പം നമ്മളുടെടുത്തും പറയുന്നത് നമ്മളും വിറ്റ്നസ് കോൺഷ്യസ്നെസ്സിൽ ഇരിക്കണമെന്ന്. ഇതിനെക്കുറിച്ച് തന്നെ നേരത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിറ്റ്നസ് മോഡ്, ഈ സ്ലീപ്പ് മോഡ്, പ്ലെയിൻ മോഡ് എന്നൊക്കെ പറയുന്ന പോലെ വിറ്റ്നസ് മോഡിൽ ഇരിക്കണം. ഈ വിറ്റ്നസ് മോഡ് എന്ന് പറയുമ്പോൾ എന്തുവാ?
എല്ലാം ആരോ നടത്തിക്കൊണ്ട് വരുന്നു. ഈ ലോകത്ത് കാണുന്നതെല്ലാം, ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം, ഈ പ്രകൃതിയിൽ കാണുന്നതെല്ലാം തന്നെത്താനെ നടക്കുന്നു. ഇപ്പം നമ്മുടെ ജീവിതത്തിലും പല കാര്യങ്ങൾ തന്നെത്താനെ അത് നടക്കുന്നു. നമ്മളൊന്നുമേ ചെയ്തില്ലെങ്കിലും നടക്കേണ്ട സമയത്ത് നടന്നിരിക്കും. അപ്പം നമ്മളുടെ ജോലി എന്തുവാ? അതിൽ ഒരുപാട് ഇൻവോൾവ് ആകാതെ വെറുതെ നോക്കിയിരിക്കുക. വെറുതെ നോക്കിയിരിക്കുന്നതിൻ്റെ പേരാണ് വിറ്റ്നസ് കോൺഷ്യസ്നസ്. അപ്പം അതുമാത്രമല്ല, ഈ നമ്മളെ എന്തുകൊണ്ട് അങ്ങനെ ഇരിക്കണമെന്ന് പറയുന്നു എന്ന് വെച്ചാൽ, ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് 50% അറ്റാച്ച്മെൻറ്റ്, 50% ഡിറ്റാച്ച്മെൻറ്റ്. അപ്പം നമ്മൾക്ക് അറ്റാച്ച്മെൻറ്റ് വേണം. അതായത് ഇപ്പോൾ ഒരു കാര്യം ചെയ്യുന്നു, അത് ഒരു ചെറിയ കാര്യമാണെങ്കിലും ശരി, ഒന്ന് വീട് തൂക്കുന്നു, അല്ലെങ്കിൽ ഒരു സാമ്പാർ വയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരു 2 വീലറിനെ കഴുകുന്നു, അല്ലെങ്കിൽ കാറൊന്ന് വാഷ് ചെയ്യുന്നു വീട്ടിൻ്റെ മുറ്റത്തിട്ട്, നമ്മൾ ചെയ്യുന്നു. അതിൽ മനസ്സിരുത്തി ചെയ്യണം, നന്നായിട്ട് ചെയ്യണം. അതേ സമയത്ത് അതിനകത്ത് ഒരേടിയായിട്ട് 100% അറ്റാച്ച്മെൻറ്റ് പാടില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏതോ ഒരു കാര്യം എടുത്താലും നമ്മൾ അങ്ങനെ വേണം ചെയ്യാൻ. അതായത് മനസ്സിരുത്തി ചെയ്യണം, നല്ല രീതിയിൽ ചെയ്യണമെന്നുള്ള ചിന്തയോടുകൂടി ചെയ്യണം. എനിക്ക് വിറ്റ്നസ് കോൺഷ്യസ്നസ്സിലേ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പിന്നെ ഞാൻ വെറുതെ കുത്തിയിരിക്കാം, എപ്പോൾ വരുന്നതും പോകുന്നതൊക്കെ കണ്ടുകൊണ്ട്. അതല്ല, നമുക്ക് ഇൻവോൾവ്മെൻറ്റ് വേണം. പക്ഷേ 100% അതിനകത്ത് അറ്റാച്ച്മെൻറ്റ് പാടില്ല. അപ്പം ഇദ്ദേഹം അങ്ങനെ പറയുന്നത്, എനിക്കിപ്പോൾ അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് എന്ന് മുക്താനന്ദ പറയുന്നു. ത്രൂ മൈ റിഫ്ലക്ഷൻസ് ആഫ്റ്റർ മെഡിറ്റേഷൻ ഐ കെയിം ടു അണ്ടർസ്റ്റാൻഡ് ദ ഗോൾ ഓഫ് ദ വേദാന്തീസ്. ഈ വേദാന്തീസ് എന്ന് പറഞ്ഞാൽ ഈ വേദത്തിലൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്തുവാ എന്ന് പറഞ്ഞാൽ, അവർ ഈ സുപ്രീം ട്രൂത്ത് എന്ന് വെച്ചാൽ സത്യമല്ലാതെ വേറെ ഒന്നുമല്ല എന്നുള്ള അത്രയ്ക്ക് യാതൊരു മായവും ചേർക്കാത്ത സത്യം. ആ സുപ്രീം ട്രൂത്ത് എന്ന് പറയുന്നത് എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? വിറ്റ്നസ് കോൺഷ്യസ്നസ് കൊണ്ട് വേണം മനസ്സിലാക്കാൻ. അതാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പം ഏതൊന്ന് എടുത്താലും അതിനകത്ത് നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് ഇൻവോൾവ് ആവാതെ വിറ്റ്നസ് മോഡോടുകൂടി ഇരുന്ന് അതിനെ കണ്ട് നമ്മൾ ചെയ്യേണ്ട റോൾ പ്ലേ ചെയ്ത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എല്ലാം നമ്മൾ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കണം. ഇത് തന്നെയാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞത്. നീ നിൻ്റെ കടമയെ ചെയ്, ഡൂ യുവർ ഡ്യൂട്ടി, ലീവ് ദ റെസ്റ്റ് ടു മീ. ലീവ് ദ റെസ്റ്റ് ടു മീ എന്ന് വെച്ചാൽ, നീ നിൻ്റെ കാര്യങ്ങൾ, നിനക്ക് വിധിക്കപ്പെട്ട കടമകൾ ഉണ്ട്. അച്ഛനായിട്ടോ അല്ലെങ്കിൽ അമ്മയായിട്ടോ മകളായിട്ടോ മകനായിട്ടോ ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ കൊച്ചുങ്ങളായിട്ട് എല്ലാ രീതിയിലും നിങ്ങൾക്ക് പല പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, കടമകളുണ്ട്. നിങ്ങൾ ആ കടമകളെ ചെയ്തുകൊണ്ട് പോകും. ഇതൊക്കെ ചെയ്യുമ്പം ഇതുകൊണ്ട് എനിക്ക് എന്ത് നല്ലത് വരും, ഇത് ചെയ്യുമ്പം ഇതുകൊണ്ട് എത്ര നന്മ കിട്ടും, എത്ര പെർസെൻറ്റേജാണ് എനിക്ക് നന്മ വരുന്നേ, അങ്ങനെ നമ്മൾ ഒന്നിനെയും എക്സ്പെക്റ്റ് ചെയ്യരുത്. അതിനെ കണക്ക് കൂട്ടിക്കൊണ്ടല്ല നമ്മളുടെ കടമകളെ ചെയ്യേണ്ടത്. നമ്മൾ പല റോൾ പ്ലേ ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ റോൾ പ്ലേ ഒക്കെ നല്ല ഭംഗിയായിട്ട് നടത്തിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിനകത്ത് അതാണ് കൃഷ്ണൻ പറഞ്ഞത്, നീ നിൻ്റെ കടമയെ ചെയ്. നിനക്ക് ചണ്ടയിടാനാണോ വിധിക്കപ്പെട്ടിരിക്കുന്നത്, ചണ്ടയിട്. അല്ല വെറുതെ മരത്തിൻ്റെ അടിയിലിരുന്ന് ധ്യാനിക്കാനാണോ നിനക്ക് വിധി, അത് ചെയ്. ഏത് നിൻ്റെ ധർമ്മം നിനക്ക് എന്ത് പറയുന്നോ അതങ്ങ് ചെയ്. പക്ഷേ അതുകൊണ്ട് വരുന്ന ലാഭനഷ്ട കണക്ക് ഇവിടെ നോക്കരുത്. ആ ലാഭനഷ്ട കണക്ക് നോക്കി അതിനുള്ള ഫലം നിനക്ക് തരാനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് കൃഷ്ണ പരമാത്മാവിനെയാണ് പറയുന്നത്. ഞാനിവിടെ ദൈവമായിട്ട് അല്ലെങ്കിൽ നിൻ്റെ ഒരു ഗൈഡായിട്ട് ഞാനിവിടെ ഉണ്ട്. ഞാനിരിക്കുന്നത് അതിനാണ്. സോ ഡൂ യുവർ ഡ്യൂട്ടി,
ആൻഡ് ലീവ് ദ റെസ്റ്റ് ടു ഗോഡ്. അപ്പോൾ നിൻ്റെ കടമയെ ബാക്കി കാര്യങ്ങൾ നീ ദൈവത്തിൻ്റെ കയ്യിൽ വിട്ടേരെ. അപ്പോൾ ഈ കടമയെ ചെയ്യുമ്പോഴും ഏത് രീതിയിൽ കടമയെ ചെയ്യണം? വിറ്റ്നസ് മോഡിലിരുന്ന് ചെയ്യണം. അതാണ് പറയുന്നത്. ദ നോളേജ് ദാറ്റ് ദ വിറ്റ്നസിങ് സെൽഫ് വിച്ച് സിറ്റ്സ് ഇൻ ദ ഐസ് ആൻഡ് മേക്സ് എസ് സീ. സോ ഈ സെൽഫ് എന്ന് പറയുന്നത് നമ്മളെ നമ്മൾ മനസ്സിലാക്കുക. അതല്ലേ പറഞ്ഞേ രമണ മഹർഷി പറഞ്ഞ മാതിരി ഹുവാമൈ ഹുവാമൈ ഹുവാമൈ. അപ്പം ഞാൻ ആര് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ അതേ വലിയ കാര്യം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതായത് ഇത് പറയുന്നത് നമുക്ക് അറിവിൻ്റെ കുറവ് കൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ ചെയ്തു എന്ന് നമ്മൾ പറയുന്നത്. ഐ എയ്റ്റ്, ഐ ഡ്രാങ്ക്, ഐ ടുക്ക്, ഐ ഗേവ്. ഞാൻ എടുത്തു, ഞാൻ കൊടുത്തു, ഞാൻ കുടിച്ചു, ഞാൻ കഴിച്ചു, എല്ലാം ഞാൻ എന്ന് പറയുന്നു. നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ബട്ട് ദ വൺ ഹൂ എക്സ്പീരിയൻസസ് ഓൾ ദീസ് തിങ്സ് ഈസ് ദ അൺമൂവിങ് വിറ്റ്നസ്, ദ ഇന്നർ സെൽഫ്. ഉള്ളിൻ്റെ ഉള്ളിൽ, അതാണ് പറഞ്ഞത്, ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആത്മായുടെ സ്വഭാവം എന്തെന്ന് ചോദിച്ചാൽ വിറ്റ്നസിങ് മോഡാണ് ആത്മാവിൻ്റെ സ്വഭാവം. അതായത് ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെക്കുറിച്ച് പറയുമ്പോഴും ഇങ്ങനെയല്ലേ പറയുന്നത്? കാര്യകാരണ നിർമുക്ത. എല്ലാ കാര്യങ്ങളും നടക്കുന്നു, അതിനെല്ലാം കാരണങ്ങളുണ്ട്. പക്ഷേ അതിൽ ബന്ധപ്പെട്ടതാണോ ദേവി? അല്ല, നിർമുക്തയാണ്. അതിന് ദേവിക്കും യാതൊരു സംബന്ധവും ഇല്ല. ദേവിയും വിറ്റ്നസ് മോഡിലാണ് ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു വലിയ ഒരു വേദാന്തം ഇദ്ദേഹത്തിനുള്ളിൽ ഉദിച്ചത് ഇപ്പോഴാണ്. അപ്പം ഇത് എന്തുവാ, ധ്യാനം ചെയ്യുമ്പം അദ്ദേഹത്തിൻ്റെ വിഷൻ, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഈ സഹസ്രാരയിലാണ് കുത്തിട്ട് നിൽക്കുന്നത്. നമ്മുടെ അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയൊക്കെ ഇന്നലെ പറഞ്ഞ പോലെ വെള്ളോട്ട് വലിച്ചുകൊണ്ട് പോന്നു. പിന്നെ അദ്ദേഹം പറയുക സംതിങ് ന്യൂ ഹാപ്പൻഡ്, ഏതോ ഒന്ന് പുതിയതായിട്ട് ഇതുവരെ നടന്നിരാത്ത ഒരു പുതിയ സംഗതി നടക്കുന്നു. അതെന്തുവാ? സംതിങ് ദറ്റ് ഈസ് ബിയോണ്ട് വേർഡ്സ്. അത് വാക്കുകളുകൊണ്ട് എന്നെക്കൊണ്ട് പറയാനൊക്കത്തില്ല. അങ്ങനെ സംതിങ് എന്തോ നടക്കുന്നു. നൗ ഐ ഡു നോട്ട് നോ ഹൗ ഐ എം സ്റ്റിൽ ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് എന്തുവാ ഞാനിപ്പം പറയുന്നത്, എന്തുകൊണ്ട് ഇനി അതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിയാൻ വയ്യ. നൗ മൈ ഡിയർ പ്രൊഫസർ ജെയിൻ ഈസ് റൈറ്റിംഗ് ഇറ്റ് ഡൗൺ. ഇപ്പം പ്രൊഫസർ ജെയിൻ എന്ന ഒരാളാണ്, നേരത്തെ യാൻഡേ എന്ന ഒരാൾ എഴുതി, ഇപ്പം പ്രൊഫസർ ജെയിനാണ് ഇതിനെക്കുറിച്ചൊക്കെ എഴുതുന്നത്. അതായത് ഇദ്ദേഹം ഇങ്ങനെ കണ്ണടച്ചിരുന്ന് മെഡിറ്റേഷനിൽ കണ്ടതും കേട്ടതും ഒക്കെ ഇങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കും. വേറെ ആരെങ്കിലും ഒരാൾ എഴുതിയെടുക്കണം. അങ്ങനെ നൗ മൈ പ്രൊഫസർ ജെയിൻ ഈസ് റൈറ്റിംഗ് ഇറ്റ് ഡൗൺ. ദ ഇന്നെവിറ്റബിൾ ഡസ് കം ടു പാസ്. ഇറ്റ് ഈസ് ദ വിൽ ഓഫ് ഗോഡ് ദറ്റ് പെർവേഡ്സ്. അതായത് നടക്കേണ്ടത് നടന്നേ തീരും. അത് ദൈവത്തിൻ്റെ വില്ലെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഒരു എന്തു പറയാനാ, ദൈവത്തിൻ്റെ ഒരു ഓർഡറാണ്. യെസ്, ഗോഡ് ദറ്റ് പ്രിവെയിൽസ്. അതായത് ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് രാമ ദ ലോർഡ് മേക്സ് എവറി വൺ ഡാൻസ്. അപ്പം നമ്മളൊക്കെ നേരത്തെയും പല സ്ഥലങ്ങളിലും നമ്മളിത് കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. ഈ പപ്പറ്റ് ഷോ ഇല്ലയോ, ഈ പപ്പറ്റ് ഷോ കണ്ടിട്ടുണ്ടല്ലോ. 2-3 ബൊമ്മകൾ കാണും, അതിൻ്റെ കൈയും കാലും ദേഹവും എല്ലാം നൂല് കൊണ്ട് കെട്ടി ഈ 10 വിരലിനകത്ത് കെട്ടി വെച്ചേക്കും. അപ്പോൾ ഈ വിരൽ ഇങ്ങനെ ആടുന്നതിനേറ്റ പോലെ ആ പപ്പറ്റ് കിടന്ന് കളിക്കും. അപ്പം അതാണ് പപ്പറ്റ് ഷോ. അപ്പം നമ്മളും
ഈ പപ്പറ്റ് ഷോയിൽ ആണ് ജീവിക്കുന്നത്. അതായത് നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു, ഞാൻ ചെയ്തു, ഞാൻ അച്ചീവ് ചെയ്തു, ഞാനാണ് ഇത് സാധിച്ചത്, എൻ്റെ ഐഡിയ ആണ്, എല്ലാം ഞാൻ എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ ഇതൊന്നും നമ്മളല്ല ചെയ്യുന്നത്. ആ മേളിൽ, അതായത് ഈ 10 വിരലിൻ്റെ സ്വന്തക്കാരനുണ്ടല്ലോ, അതാണ് ആ സുപ്രീം ശക്തി. ആ നമുക്ക് മീതെ ഉള്ള ഒരു ശക്തിയാണ് നമ്മളെ ഇതെല്ലാം ഈ പപ്പറ്റ് പോലെ നമ്മളെ കളിപ്പിക്കുന്നത്. അപ്പം ഈ ജീവിതം മുഴുക്കെ നമ്മൾ കളിക്കുവാണ്. അപ്പം അതിൻ്റെ പുറയിൽ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടല്ലോ, അത് വേറെ ആരുമല്ല, അത് ആ സാക്ഷാത് ശിവൻ തന്നെ, അല്ലെങ്കിൽ ആ സാക്ഷാത് കുണ്ടലിനി ശക്തി തന്നെയാണ്. അപ്പം ഞാനിത് അച്ചീവ് ചെയ്തു, ഞാനിത് കെട്ടി, ഞാൻ വാങ്ങിച്ചു വെച്ചു, അല്ലെങ്കിൽ ഞാൻ സമ്പാദിച്ചു എന്നൊക്കെ പറയുന്നതിലൊന്നും അർത്ഥമില്ല. ഈ ഞാൻ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇതെല്ലാം മേളിൽ ഒരുത്തനിരുന്ന് ഡാൻസ് കളിപ്പിക്കുവാണ്, നമ്മൾ ഡാൻസ് കളിക്കുവാണ് എന്നുള്ള സത്യം അദ്ദേഹത്തിന് തലയിൽ ഉദിച്ചു. അപ്പം അത്രയും ദൂരം മനസ്സിലാക്കി എടുത്തു സ്വയം. ഇപ്പം ഞാൻ ബുക്ക് വായിക്കുന്നു, ഞാനത് നിങ്ങളുടെ അടുത്ത് പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇത് പെർമനൻ്റായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യുമ്പോഴും ഇന്ന് ദോശ നന്നായിട്ടുണ്ട്, ഞാനാണ് ആട്ടിയത്, അല്ലെങ്കിൽ ഞാനാണ് ഇന്ന് ചുട്ടത്, ഉടനെ ഇന്ന് നമ്മൾ പറഞ്ഞു പോന്നു. പക്ഷേ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെല്ലാം നമുക്ക് മീതെയുള്ള ഒരു ശക്തിയാണ് എന്നുള്ള വിഷയം ഇദ്ദേഹത്തിന് തലയിൽ സ്വയം ഉദിച്ചു. നമ്മൾ വിറ്റ്നസ് മോഡിൽ ഇരുന്നാൽ മതി, ബാക്കിയെല്ലാം തന്നെത്താനെ നടത്തുന്നവൻ നടത്തിക്കോളും എന്നുള്ള ഒരു സത്യമാണ് ഇദ്ദേഹത്തിന് തലയിൽ ഉദിച്ചത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞ് ചാപ്റ്ററാണ്. പക്ഷേ നമ്മൾ അത്രയേ ഉള്ളൂ എന്ന് നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട. ഇതിലാണ് എല്ലാം ഉള്ളത്. ഈ പ്രിൻസിപ്പിളിലാണ് എല്ലാം ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഭൂമി മാത്രമല്ല, ഈ കോടാനുകോടി അണ്ടങ്ങളും ഈ പ്രപഞ്ചത്തിൽ കിടന്ന് കളിക്കുന്നത് എല്ലാം സ്വയം തന്നെത്താനെ അതുങ്ങൾ ചെയ്യുന്നതല്ല. ഇതിനെ എല്ലാത്തിനെയും ചെയ്യിപ്പിക്കാൻ ഒരാൾ അതിന് മീതെ ഉണ്ട്. അതിൻ്റെ പേരാണ് യൂണിവേഴ്സ് കോൺഷ്യസ്നസ്. ഓക്കെ, സോ അത് മുക്താനന്ദയ്ക്ക് ഇങ്ങനെ ബുക്ക് വായിച്ച് ആരും പറഞ്ഞു കൊടുത്തില്ല. അദ്ദേഹം യൂട്യൂബിലൊന്നുമല്ല പോയി നോക്കിയത്, അദ്ദേഹത്തിന് സ്വയം മനസ്സിലായി എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ നമ്മളും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. അത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം.